ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ ചാക്കോച്ചൻ്റെ പതിവ് പോലെ എന്നെ കണ്ടപ്പോൾ കരഞ്ഞു വരികയാണ് എടുക്കാൻ കേട്ടോ. അവനെ രാവിലെ ഞാനൊന്നും എടുത്തില്ലെങ്കിൽ വലിയ സമാധാനക്കേടാണ്. അവിടെ നോക്കി അവൻ്റെ ചേട്ടന്മാരെന്താ ചെയ്യണേന്ന്, അവർ രണ്ടുപേരും ഉരുളിട്ടിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ പറ്റണില്ല. കാരണം അപ്പാപ്പൻ പുറത്തേക്ക് പോയേക്കാം, പഴം വാങ്ങിക്കാൻ പോയേക്കാം. പുട്ടും പഴമായിരുന്നു ഒന്ന്. അപ്പോൾ അതിനുള്ള പഴം എണ്ണം കുറവായിരുന്നു. എന്നാൽ പിന്നെ കൂടുതൽ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് അപ്പാപ്പൻ പാലും പഴവും കൂടി വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോയേക്കാം. അപ്പോൾ പുറത്തുനിന്ന് കുറ്റിയിട്ടിടാൻ പോയത്. അങ്ങനെ ഞാൻ എൻ്റെ കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ പാച്ചു ഡിവൈൻ ആൻറ്റിയുടെ കൂടെ വട്ടം കറങ്ങാണ് കേട്ടോ. അപ്പോൾ അവന് എന്താ പറയുക, ഡിവൈൻ്റെ അടുത്ത് കുറേ കൊഞ്ചൽ കൂടുതലാണ്. അങ്ങനെ അതേ പേപ്പറിൽ നോക്കിയപ്പോൾ നമ്മളുടെ ഹൈലൈറ്റ് മാൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നോട്ടീസുകളാണ്, ഓഫറുകളും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അടുത്താണ് ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലോണം അടുത്താണ്. അപ്പോൾ ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഡോണും കുട്ടികളും കൂടി പോയില്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഡിവൈൻ എന്തായാലും ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു, വന്നിട്ടാവാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഡോൺ വരാൻ കുറേ ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ പോക്ക് നാളെയോ അല്ലെങ്കിൽ സൺഡേ പോകാമെന്ന് വിചാരിച്ചു. സാധാരണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് എന്നെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ട് അതൊരു ഇത് തന്നെയല്ല, തൊട്ടടുത്തായതുകൊണ്ട് മാത്രമല്ലാണ്ട് വേറെ ഒന്നുമല്ല. അങ്ങനെ ദേ നോക്കി നമ്മളുടെ ഡിമ്പിൾ വിതച്ചത് ഒക്കെ മുളച്ചു. കടുകും ഉലുവയും പിന്നെ എന്തിട്ടാണ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേ രാവിലെ ഇവർ സ്കൂളിൽ പോകാൻ നോക്കുമ്പോഴാണ് ദേ വരണു ആന. കണ്ടോ, വലിയൊരു ആനയായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ആനകൾ വെറുതെ അല്ല ഇടയണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആവശ്യമില്ലാണ്ട് തന്നെ അവരിങ്ങനെ അടിക്കണ കാണുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ ആയാലാവും ചിലപ്പോൾ അവർ പോവുക. എന്നാലത് കാണുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ ആന പോകുന്നത് വരെ ഞാൻ ചാക്കോച്ചിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഭാഗം ഇന്നലെ നമ്മൾ വൃത്തിയാക്കിയപ്പോൾ കുറച്ചൊരു വെളിച്ചം വന്ന പോലെ ഉണ്ട് അല്ലേ. ഇന്ന് പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത് വാഷിംഗ് ലിക്വിഡാണ്, മറ്റേ ലിക്വിഡ് ഡിറ്റർജൻറ്റ്. അപ്പോൾ ഇത് വാഷിംഗ് ലിക്വിഡ് എന്ന് പറഞ്ഞിട്ട് വന്നേക്കണേ. ഇത് പിങ്കാണ്. അപ്പോൾ ഡിവൈൻ പറയണ്ടായിരുന്നു നല്ലതാണെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു. അത് ബോട്ടിൽ തുറക്കുമ്പോഴേക്കും തന്നെ നല്ല മണമായിരുന്നു. അങ്ങനെ ഞാൻ ഇവർ ഡിവൈൻ പോകണത് പ്രമാണിച്ച് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വേഗം സെൻഡ് ചെയ്യാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ ഉഴുന്ന് കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഈ കവറിൽ മറ്റേ പൊടിയല്ലേ, ദോശപ്പൊടി കൊണ്ടുവരുന്ന കാരണം ഉഴുന്ന് ബാക്കി നിൽക്കുകയാണ്. ഇത് നമ്മുടെ ചാക്കോച്ചൻ അക്കീനെ ഫോൺ ചെയ്തതാണ് കേട്ടോ. അക്കീനെ ഫോൺ ചെയ്ത് അക്കിക്ക് ഉമ്മ കൊടുക്കൽ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അതാണ് മറ്റേ വീഡിയോ കോൾ ചെയ്തിട്ട്. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര അത്ഭുതമാണ്, ഒന്നൊന്നും പറയില്ല, ഇങ്ങനെ നോക്കിയിരിക്കുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവന് എന്താ പറയുക, ഉമ്മം കൊടുക്കലും ടാറ്റ് കൊടുക്കലും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോൾസപ്പാപ്പൻ ഒച്ചയിട്ടാലും അതെ, ചേച്ചിയുടെ ഒച്ച കേട്ടാലും അതെ, അക്കിയുടെ ഒച്ച കേട്ടാലും അതെ. അവനിപ്പോൾ അവിടുത്തെ ആളാണ്. കാരണം അവിടെ വേറെ ആരും ഇല്ലല്ലോ, അവനെ മാത്രമല്ലേ ശ്രദ്ധിക്കണത്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാട്ടോ. അപ്പം നമ്മൾ പറയില്ലേ, കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കില്ല എന്ന്. നമ്മളെന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോൾ ഇവർ ഓടി വന്ന് മേല് കയറാം. അപ്പോൾ അങ്ങനെ ഇന്ന് ആദ്യത്തെ ഒരു കൊറിയർ വന്നു. നമ്മളുടെ ചെരുപ്പ് സ്റ്റാൻഡായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് 2-3 കൊറിയർ വന്ന ദിവസം. അപ്പോൾ ഇത് ചെരുപ്പ് സ്റ്റാൻഡാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇത് നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും. ഞാനും പറഞ്ഞപ്പോൾ എന്നെ ആദ്യം ഡാഡി പറഞ്ഞു എനിക്ക് തെറ്റിയതാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തെറ്റിയതല്ല. ഞാൻ ഷോപ്സി എന്ന് പറഞ്ഞ ഒരു ഇതിൽ നിന്നാണ്, ഫ്ലിപ്കാർട്ടിൻ്റെയാണ്, അതിൽ നിന്നാണ് വാങ്ങിയത്. മറ്റേ ഷൂ റാക്ക് എന്ന് പറഞ്ഞിട്ട് അടിച്ചപ്പോൾ വന്നതാണ്. 153 രൂപയാണ് എനിക്ക് ഇതിനായത് കേട്ടോ. വെറും 153 രൂപ. ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് എനിക്കായ കാശാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഓരോ ദിവസം ഓരോ ഓഫറാണോയെന്നും എനിക്കറിയില്ല. ഞാൻ 153 രൂപ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയുകയും ചെയ്തു, കർത്താവ് ഇതൊക്കെ ഈ സാധാരണ പൈപ്പൊക്കെ ഒരു 3-4 വാങ്ങിക്കുക, അല്ലെങ്കിൽ വേണ്ട ഇത് വാങ്ങിക്കാൻ പോകുന്ന കാശല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞു. സാധനം അത്ര വലിയ എന്താ പറയുക ഹെവി സാധനമൊന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ചെരുപ്പ് സ്റ്റാൻഡാണ്, അത്ര വലിയ ഹെവി ആവണമെന്നില്ല, നമ്മൾ കൊണ്ട് നടക്കുന്ന മുതലല്ല. അപ്പോൾ ഇത് ഇത്തിരി കനം കുറഞ്ഞാലും ചെരുപ്പുകൾ വരുമ്പോൾ അതിൻ്റേതായ ഭാരം വരും. ഇത് ഫുൾ PVC പൈപ്പാണ് കേട്ടോ സംഭവം. അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിയും ഇറക്കിയും. പിന്നെ നിങ്ങൾക്കറിയാലോ ചെരുപ്പ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കാറ്റലോഗും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതുപോലെയാണ് അതിൻ്റെ ഫിറ്റിംഗ് എന്നുള്ളത്. അങ്ങനെ അതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ പറഞ്ഞിരുമ്പോൾ ഇവിടെ
പുറത്ത് കാർ പോർച്ചിൽ ഫുൾ ചെരുപ്പുകളാണ്. എപ്പോൾ നോക്കുമ്പോഴും നിറച്ച് ചെരുപ്പുകളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ആവശ്യമില്ലാത്ത ചെരുപ്പുകളെടുത്ത് മാറ്റി വെക്കുന്നത്. അപ്പോൾ പക്ഷേ ഇവർ പുറത്ത് പോകുമ്പോൾ ചില സമയത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പായിരിക്കും അവിടെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ തോമ് പോകാനായിട്ട് റെഡി ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അവന്ന് കോട്ടയത്തേക്ക് പോവാണ്. അപ്പോൾ പറഞ്ഞിരുന്നല്ലോ കോട്ടയത്തേക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ 2 പേരും ഊണ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഡോണും അതെ, ഡിവൈനും അതെ, പിള്ളേരും അതെ, എല്ലാം കഴിഞ്ഞ് അവരിറങ്ങി. അപ്പോൾ പാച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പാച്ചു ഇന്ന് ഒറ്റയ്ക്കാണ് ക്ലാസ്സിൽ പോയേക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ വരാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ അതുവരെയുള്ള ഒരു തോമുവിൻ്റെ സംശയങ്ങൾ, ചാക്കോച്ചൻ്റെ എന്താ പറയുക യാത്രയ്ക്കുള്ള പുറപ്പാട്, അങ്ങനെ കുറേ നേരം എന്താണെന്ന് വെച്ചാൽ പതിവിൽ വിട്ട് ഒരു 5 മിനിറ്റ് വൈകി അപ്പാപ്പനും മോനും തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. 2 വീലർമേണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതേ ചാക്കോച്ചൻ അവന് ഒന്നും അറിയില്ല, യാത്ര പോണതും എടുക്കണതും ഒന്നും അങ്ങനെ അറിയില്ല. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ അവന് കാറിൽ അവൻ കയറിയാൽ അവനറിയുള്ളൂ അവൻ പോകാമെന്ന്. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നും അവനെ പറ്റിക്കലോ ചേട്ടന്മാർ സ്കൂളിൽ പോകുമ്പോൾ. അങ്ങനെ തോമുതേ പോകാനുള്ള ത്രില്ലിലാണ്. അപ്പോൾ അവൻ പറഞ്ഞേക്കുന്നത് ട്രെയിനിലാണ് പോണത്, ലുലുവിലേക്കാണ് പോണത് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങണത് മൂപ്പര് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഡോണും തോമും കൂടിയിട്ടാണ് പാച്ചുവിനെ കൊണ്ടുവന്നാക്കിയത് ഫസ്റ്റ് സ്കൂളിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു അവൻ കരയാവോ എന്നുള്ളത്. അപ്പോൾ ഡോൺ പറയായിരുന്നു ഒരു കരച്ചിലുമില്ല, ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അവൻ കയറിപ്പോയി. അപ്പോൾ ഞങ്ങൾ തോമും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇനി പ്രശ്നമാവുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചെരുപ്പ് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഉള്ള അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ അത്യാവശ്യം ഇതുണ്ട്. പിന്നെ 153 രൂപ എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ 3-4 ഇരട്ടി ഗുണവും എന്താ പറയുക ക്വാളിറ്റി ഉണ്ട് അതിന് കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ തോമും മുഖം പൊത്തി നടക്കണതാണ് ഈ കാണുന്നത്. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കണമെന്ന് കണ്ടാൽ തീരെ ഇഷ്ടമല്ല. ഫോട്ടോ എടുക്കുമ്പോഴായാലും ഓരോ ഗോഷ്ടി കാണിച്ചിട്ടാണ് നിൽക്കുക കേട്ടോ. അങ്ങനെ അപ്പാപ്പനും മോനും കൂടിയിട്ട് വരുന്നു. പാച്ചുട്ടനും തോമുട്ടനും കൂടിയിട്ട് വരികയാണ്. ഇപ്പോൾ ഇന്ന് ഒരു 50 തവണ ചോദിച്ചിട്ടുണ്ട് തോമു എവിടെ, തോമു എവിടെ. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ കാണാണ്ടിരിക്കുമ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കും കേട്ടോ. തോമു മുകളിൽ നിന്നിട്ടും പാച്ചുവിനെ ചോദിക്കും, പാച്ചു താഴെ നിന്നിട്ട് തോമുവിനെ ചോദിക്കും. അങ്ങനെയാണ് 2 പേരും. അപ്പോൾ വണ്ടിയുമ ഇരുന്നിട്ട് പത്രാസിൽ വരികയാണ്. അപ്പോൾ അങ്ങനെ തോമുവിനെ കണ്ടപ്പോൾ കഴിഞ്ഞപ്പോൾ അവന് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇവരെല്ലാവരും ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അവനെ കൊണ്ടുപോകണുണ്ടോ ഇല്ലേ എന്നൊന്നും മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ പാച്ചുവിൻ്റെ ഒരു ഇതുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾ പോകുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കരയെ വാശി പിടിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് ഇവർ പോണത്. അപ്പോൾ പറഞ്ഞു ലീലാമ്മയുടെ അവിടെ പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് കാറിൽ കയറണം, ഗേറ്റ് വരെ ഒന്ന് ഇരിക്കണം, അത്രയേ ഉള്ളൂ, വേറെ കൂടുതലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവൻ കാറിൽ കയറി ഗേറ്റ് വരെ അവനെ കൊണ്ടുവന്നാക്കി. ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് അപ്പാപ്പൻ അവനങ്ങോട്ട് ഇറക്കിയിട്ടോ. അപ്പോൾ അങ്ങനെ ചാക്കോച്ചന് ഇന്ന് ഭയങ്കര സന്തോഷം, കാരണം അവനെയും കൂടി കയറ്റുകയല്ലേ കാറിൽ. അങ്ങനെ പാച്ചുവിൻ്റെ അവിടുത്തെ സ്കൂളിലത്തെ ക്രിസ്മസിൻ്റെ ഇത് മറ്റേ ഇവർക്ക് എന്താ പറയുക വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്രാഫ്റ്റ് വർക്കിൻ്റെ പാച്ചു ചെയ്ത സംഭവമാണ് കേട്ടോ. അപ്പോൾ ഡിവൈൻ ഇപ്പോൾ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയപ്പർ ബാഗ് മാത്രമേ കൊണ്ടുപോകണുള്ളൂ. ഒരു സ്ലിംഗ് ബാഗും ഒരു ഡയപ്പർ ബാഗും മാത്രമേ കൊണ്ടുപോകണം. കാരണം കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ യാത്രയിൽ എപ്പോഴും ലഗേജ് കുറവായാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഡിവൈൻ കുട്ടികളെയും കൊണ്ട് പോണത്. എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് ഇതുവരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പോയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഡിവൈനോ അല്ലെങ്കിൽ കുട്ടികളായിട്ടൊന്നും പോയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പം അങ്ങനെ പോവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു 2 പിള്ളേരെയും കൊണ്ട് പോണത് എങ്ങനെയാണ് എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ ഡിവൈനെ സംബന്ധിച്ച് ഡിവൈനിന് ഒരു കുഴപ്പമില്ല, ഞാൻ പോയിട്ട് വന്നോളാം, ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുക എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അവർ പോയിട്ട് അപ്പോൾ ഡോൺ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ച് ഹബ്ബിലേക്ക് പോകും. പിന്നെ ഇങ്ങോട്ട് വരില്ല, ഊണ് കഴിഞ്ഞതാണല്ലോ. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാച്ചു ഇപ്പോൾ അവിടെ കൂടെ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചാക്കോച്ചന് ഭയങ്കര സന്തോഷം, കാരണം എന്നും ഇങ്ങനെ പോകുമ്പോൾ ടാറ്റ കൊടുക്കാനല്ലേ അവൻ പറ്റാറുള്ളൂ, കയറി പോകാറില്ലല്ലോ. അങ്ങനെ അവൻ ടാറ്റ പറഞ്ഞ് പോയി. അവിടെ നിന്ന് പാച്ചുവിനെ ഡാഡി എടുത്തു കൊണ്ടുവന്നു. അപ്പോൾ ഡാഡിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഇനി അവൻ കരഞ്ഞാൽ പതുക്കെ അക്കിരോടേക്ക് കൊണ്ടുപോയി എവിടേക്കെങ്കിലും ഒന്ന് നീക്കാമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ അവൻ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ച് കളഞ്ഞു. അവൻ ഒരു കരച്ചിലും ഉണ്ടായില്ല. അത് പാൻസൺ പോവായാലും അതേട്ടോ, അവിടുത്തെ പപ്പയും മമ്മിയും വന്ന് പോവായാലും അങ്ങനെയൊന്നും നോക്കും എന്നല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കരച്ചിലും കാര്യങ്ങളൊന്നും കാണിക്കാറില്ല. എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ വിഷമമുണ്ട്, പക്ഷെ അവൻ പുറത്തേക്ക് കാണിക്കാത്ത ഒരു ടൈപ്പ് കുട്ടിയാണ് കേട്ടോ. അപ്പം ഞാൻ പറയും, പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെ
ഞാൻ പറയും അവരൊന്ന് കരഞ്ഞാൽ ഒരു സമാധാനം, ഇത് കരയാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു സങ്കടമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് അമ്മാമ്മയ്ക്കും മോനും എന്തായാലും ലുലുവിലേക്ക് പോകാം. അപ്പോൾ ഇവർക്ക് ലുലു പറഞ്ഞാൽ മനസ്സിലാവാറില്ല, ഇവർക്ക് നെസ്റ്റോ അല്ലേ മനസ്സിലാവുള്ളൂ. ഇനി വേണം ഹൈലൈറ്റ് മോൾ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഒന്ന് ഒരു നമ്മുടെ വഴിക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇന്നലെ ലുലുവിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് ലുലു എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഡോണങ്ങൾ കൊണ്ടുപോയില്ലോ 2 പേരെയും. അങ്ങനെ ദേ വന്ന വഴിക്ക് മറ്റേതെങ്ങനെയാണെന്ന് വെച്ചാൽ വന്ന വഴിക്ക് ഷൂരി ഡ്രസ്സൂരി രണ്ടാളും അവരുടെ കളികളിലേക്ക് ഏർപ്പെടാറുള്ള പതിവ്. ഇതിപ്പോൾ ഇവന് എന്താ പറയുക കൂടെ നിൽക്കാൻ ആളില്ലല്ലോ. അപ്പം മൂപ്പര് ബിൽഡിംഗ് സെറ്റൊക്കെ എടുത്ത് അങ്ങനെ കൂളായിട്ട് അവിടെ ഇരുന്ന് കളിക്കുകയാണ് കുറച്ച് നേരം. അപ്പം ഞാനും പറഞ്ഞു അവിടെ ഇരുന്നോട്ടേന്ന്. അപ്പോൾ മൂപ്പർക്ക് സ്റ്റാൻഡ് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ തുണി വിരിച്ചിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിവൈൻ മോളിൽ ഇങ്ങനത്തെ സ്റ്റാൻഡിലാണ് തുണികൾ വിരിച്ചിടുക. അപ്പോൾ മൂപ്പര് മാറിയ ഡ്രസ്സ് എടുത്തിട്ട് ഇത് കണ്ടില്ലേ തുണി വിരിച്ചിടണ പോലെ സ്റ്റാൻഡുമ്പോൾ വിരിച്ചിടുക. അപ്പോൾ ഞാൻ ഡിമ്പിളിനോട് പറയായിരുന്നു കുട്ടികൾ കാണുന്നതൊക്കെ അതുപോലെ ചെയ്ത്, പ്രത്യേകിച്ച് ഇവന് ഈ ഒതുക്കുന്ന ശീലം ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ചെരുപ്പും ഡ്രസ്സും അവൻ സ്റ്റാൻഡും ഇട്ടിട്ട് അങ്ങോട്ട് നീങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് കസ്റ്റേർഡ് ഉണ്ടാക്കി. ഞാൻ എപ്പോഴും നിങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും കസ്റ്റേർഡ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഡോണിനും വലിയ ഇഷ്ടമാണ്, നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ കസ്റ്റേർഡിൻ്റെ പൗഡർ ഞാൻ 1 കിലോനായിട്ടാണ് വാങ്ങിക്കാറ്. അപ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൊറിയർ വന്നത് കേട്ടോ. അപ്പോൾ കൊറിയറിൽ മറ്റേ ഹാൻഡിൽ വിത്ത് ഫ്രീ വിത്ത് കെയർ എഴുതിൻ്റെ. അപ്പോൾ എന്നിട്ടാണാവോ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നില്ലേ. ഇന്നലെ എനിക്ക് തോന്നുന്നു അറിയാണ്ട് വന്ന് കയറിയതാണ് ഒരു മറ്റേ കാലണ്ടർ. എന്നാലും ഞാൻ അതാണ് എന്നുള്ള ധാരണയമേ അതവിടെ വെച്ചു. വൈകുന്നേരം ആകുമ്പോൾ ഓപ്പൺ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചു. പിന്നെ ഞാൻ ഉഴുന്ന് വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അരച്ചു ഉഴുന്ന് വടയ്ക്ക് വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സംഭവം ഉഴുന്ന് വട എപ്പോഴും ഇവിടെ വാങ്ങിക്കുന്നതാണ്. ഉഴുന്ന് നമ്മൾ കുറേ നാളായിട്ട് മറ്റേ അരച്ച മാവ വാങ്ങിക്കണം. അപ്പോൾ ഉഴുന്ന് പഴയതായി കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചായ വെച്ച് ഉഴുന്ന് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്ന് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ഉഴുന്നിൽ അരയ്ക്കുമ്പോൾ പച്ചമുളകും ഇഞ്ചിയും ഒരു കഷ്ണം ഇട്ടിട്ട് നല്ലോണം വെണ്ണയല്ല ഒരു തെരുതെരിപ്പോട് കൂടി അരച്ചിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ടിട്ട് ബീറ്റ് ചെയ്യും. ഒരു 10-12 മിനിറ്റ് ബീറ്റ് ചെയ്ത് ഒന്ന് പതിപ്പിച്ചതിന് ശേഷമാണ് സബോളയും പിന്നെ പച്ചമുളക്, ഉപ്പ്, കുറച്ച് കായപ്പൊടി വേണമെന്നില്ല, എന്നാലും ഇട്ടാൽ നല്ലത്, അത്രയേ ഉള്ളൂ. പിന്നെ കുരുമുളക് ചതച്ചിടുക. അതൊക്കെ ഇട്ട് നന്നായി ഇളക്കിയിട്ട് ഞാൻ ചെയ്യണ പണി മെനക്കെടാറില്ല, ഞാൻ ഈ കയ്യുമ്മ വെച്ച് മെനക്കെടാറില്ല. ഞാൻ കുഴിയപ്പ ചട്ടിയിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് അതെടുത്തിട്ട് ചീരച്ചട്ടിയിലിട്ട് മുരിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് എടുത്തുണ്ടാക്കി അത് എടുത്തു. കൂടെ ഞാൻ രാത്രിയിലേക്ക് നാളേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പെസറട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് രാത്രിയിലെടുത്ത് നമ്മൾ ഉപ്പേരി വയ്ക്കുക ചെയ്തേട്ടാ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ചെരുപ്പ് സ്റ്റാൻഡ് ഒതുക്കാനായിട്ട് ഞാൻ നിന്നതെന്ന് നോക്കിയപ്പോൾ അവിടെ ഓൾറെഡി ഇന്നലെ നമ്മൾ വെള്ളമടിച്ച് കഴുകിയപ്പോൾ വൃത്തിയിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ മറ്റേ മാംഗോ പൾപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തോമുനും പാച്ചുവിനും മാംഗോൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ കൊടുത്തപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പൾപ്പ് ഭയങ്കര ഇഷ്ടമായി. ഇതെനിക്ക് തോന്നുന്നു എവിടെയോ തല തിരിഞ്ഞു പോയതാ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു എന്നാൽ ഒതുക്കാം. കാരണം നാളെയോ മറ്റന്നാളോ ഇനിയിപ്പോൾ ലുലു മാളിലേക്കൊന്ന് പോവും. ലുലു മാളെന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് മാൾ, അവിടെ പോവും. അപ്പോൾ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്കറിയാം, ഞാൻ ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇത് ചെപ്പുകളൊക്കെ ഒന്ന് തുറന്നടയ്ക്കും. കാരണം എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് ഉണ്ടോയെന്നും ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കാനും നമ്മളിടയ്ക്ക് ഒരു സ്റ്റോക്ക് എടുപ്പ് എടുത്താലേ കാര്യമുള്ളൂ. ഇതിപ്പോൾ എന്തുട്ടാന്ന് വെച്ചാൽ നമ്മളുടെ പിസ്സ വാങ്ങിക്കുമ്പോൾ, പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് വാങ്ങിക്കുമ്പോൾ, ഇപ്പോൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും ഇപ്പോൾ ഇതുപോലെ റീഫില്ലിൽ കിട്ടുന്ന മറ്റേ ടൊമാറ്റോ കെച്ചപ്പ്, അതുപോലെ ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, അങ്ങനത്തെ സംഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഇത് മറ്റേ സദ്യ വാങ്ങിയപ്പോൾ തോളൂരിൻ്റെ അച്ചാർ കൊണ്ടുവന്നതാണ്, 4 പാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇനോ അതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ നമ്മൾ ഒന്ന് മാറ്റി ഒതുക്കിയൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ എപ്പോഴെപ്പോഴും ഒതുക്കി വെക്കുന്നുണ്ട്. കാരണം അത് ഇടയ്ക്കൊന്ന് നോക്കി എക്സ്പയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കൃത്യമായിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഒതുക്കി വെച്ചു. പിന്നെ നോക്കിയപ്പോൾ അതിൽ മറ്റേ എന്തിട്ടാണ് അരിപ്പൊടി, പുട്ടുപൊടി, അങ്ങനത്തെ അപ്പപ്പൊടി, അങ്ങനെ കുറച്ച് പൊടികളുണ്ടായിരുന്നു. അപ്പോൾ അത് കുടപ്പുളിയുടെ കുപ്പി നോക്കിയപ്പോൾ കഴിഞ്ഞിരിക്കുക കുടപ്പുളി. അപ്പോൾ ഇനിയിപ്പോൾ നോയമ്പ് വീഡിയോ വരുമ്പോഴേക്കും ഇനി കുടപ്പുളി വാങ്ങിക്കേണ്ടി വരും. കാരണം
കുടപ്പുളി ഇല്ലെങ്കിൽ ഇവർക്ക് ഡിവൈന് പ്രത്യേകിച്ച് കുടപ്പുളി ഇട്ടിട്ടുള്ള മീൻ കറി വെക്കാനാണ് കൂടുതലിഷ്ടം, ഈ മറ്റേ അവിടുത്തെ കറി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇടിയപ്പപ്പൊടി, പുട്ടുപൊടി, ഈ വക സാധനങ്ങളൊക്കെ ഞാൻ പൊട്ടിച്ചിടേണ്ടത് പൊട്ടിച്ചിട്ടു, അല്ലാത്തത് പാക്കറ്റായിട്ട് മാറ്റി വെച്ചു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരേ ഭാഗം പതുക്കെ ഒതുക്കി വന്നു. അപ്പോൾ നിങ്ങളായാലും വീടുകളിൽ ചെയ്യേണ്ട പണികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, വെറുതെ ഇരിക്കുന്ന നേരം ഏതെങ്കിലും ഒരു കബേർഡ് എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുറിയുടെ ഒരു മൂല എടുക്കുക, എന്നിട്ട് ആ ഭാഗം വൃത്തിയാക്കുക. അങ്ങനെ ഒരു ദിവസത്തിൽ ഒരാഴ്ചയിൽ ഒരു 7 ദിവസം ഉണ്ടല്ലോ, 6 ദിവസം മതി. ഞായറാഴ്ച നിങ്ങൾ തുടരണ്ട. 6 ദിവസം ഓരോ വീടിൻ്റെ ഓരോ മുക്കും ഒതുക്കിയാൽ എന്താ പറയുക, ആ വീട് അങ്ങോട്ട് വൃത്തിയാവും, ഒതുങ്ങി ഇരിക്കും. ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒതുക്കാനായിട്ട് വലിയ ഇഷ്ടമില്ല, പക്ഷേ ഒതുക്കണം മക്കളെ. നമ്മൾ വീടൊക്കെ ഒതുക്കി എപ്പോഴും വൃത്തിയിലായിരിക്കണം. അതാണ് വൃത്തിയിലുള്ളിടത്താണ് തമ്പുരാൻ ഉണ്ടാവുകയെന്ന് പറയും. അപ്പോൾ നമ്മളുടെ ഫ്ലേവേർഡ് ടീ അറിയാലോ നിങ്ങൾക്ക്, എനിക്ക് എപ്പോഴും ഞാനത് കഴിക്കുന്ന ഒരു ശീലം എനിക്കുള്ളതാണെന്ന്. അപ്പോൾ അതും പിന്നെ കാർഡമം ചായ, പിന്നെ ഏലക്കായയുടെ അത്, പിന്നെ നമ്മളുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ, അങ്ങനെ എല്ലാതും ഒരു ബോക്സിലാണ് അത് വെച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് മസാല ടീ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ആ കവർ ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നല്ല ചായ കേട്ടോ, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ അതിന് താഴെ ബാക്കിയുള്ള എന്താ പറയുക മസാലകൾ, അത് നമ്മുടെ കുമിളിയിലേക്ക് പോകുമ്പോൾ ഡിവൈൻ ഇടയ്ക്ക് എപ്പോൾ പോകുമ്പോഴും വാങ്ങിക്കൊണ്ടിരുന്നതാട്ടോ. ഇത് കുമിളി എന്ന് പറഞ്ഞാൽ ഡിവൈൻ്റെ അമ്മ വീട് അവിടെയാണ്. അങ്ങനെ ഈസ്റ്റിയുടെ ഇത് നല്ല ചായപ്പൊടി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനിങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം തോന്നുന്നുണ്ട് കുറേ സാധനങ്ങൾ ഓണത്തിനാന്ന് തോന്നുന്നുണ്ട് വാങ്ങിയപ്പോൾ, ആ കൂട്ടത്തിൽ 2 വലിയ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചായയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മസാല ടീയും പിന്നെ ഏലക്ക ടീയും വാങ്ങിയത് കേട്ടോ, ചായപ്പൊടി വാങ്ങിച്ചത്. അതും ഈ പറഞ്ഞ പോലെ നല്ലതായിരുന്നു. അപ്പം ഞാൻ ഓരോ ബോക്സ് എടുത്തപ്പോൾ ഇത് മൊത്തം ഫലൂഡയും പിന്നെ മറ്റേ എന്നിട്ടാണ് നമ്മുടെ മിൽക്ക് മെയ്ഡ് അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചു. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ഇതുപോലെ ഒരു പാക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ അക്ഷയപാത്രമാണോന്ന്. ഞാൻ കഴിയണതിനനുസരിച്ച് വാങ്ങി വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. ഇതിപ്പോൾ റൈസ് പാലടയും പാലട പായസം മിക്സും ഉണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ പോയപ്പോൾ ഒരു പാലടയുടെ ഒരു മിക്സ് വാങ്ങി അവിടെ ഞാൻ വെച്ചു. കാരണം എന്നെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ആവശ്യത്തിന് ഓടിപ്പോയിട്ട് വാങ്ങിക്കണേക്കാൾ ഇവിടെയുള്ള സാധനം നമ്മൾ ആവശ്യം നേരത്ത് ഉപയോഗിക്കുക, അങ്ങനെയാണ് എൻ്റെ ഒരു ശീലം കേട്ടോ. അല്ലാണ്ട് ഒരു ആവശ്യം വരുമ്പോൾ ഓടിപ്പോയിട്ട് വാങ്ങിക്കുന്ന ശീലം എനിക്കെന്തോ അത് ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ, ഈ വക സാധനങ്ങൾ വാങ്ങിയത്. അപ്പോൾ അതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് പൊട്ടിക്കാനുള്ള ഒരു കവറെടുത്ത് പുറത്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഡോൺ പിള്ളേഴ്സിനെ വിളിച്ചത്. അപ്പോൾ ചാക്കോച്ചൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ചാക്കോച്ചൻ എന്നാലും അപ്പേനെ കണ്ടപ്പോൾ ഒരു സങ്കടം. പക്ഷേ തോമു ശരിക്ക് കരഞ്ഞു. തോമുനിപ്പം ഇങ്ങോട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തോമു കരഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വേഗം ഫോൺ വെച്ച്, വെറുതെ കരയിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒക്കെ കാലിയായിട്ടാണ്, ബോക്സുകളൊക്കെ ഒരുവിധം കാലിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാലിയായി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങിക്കുമ്പോൾ ഇടാമല്ലോ. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി സ്റ്റോർ ചെയ്യണില്ല. കാരണം നമ്മളുടെ കൈ അങ്ങോട്ട് എത്തുന്നില്ല. പിന്നെ 2 ആഴ്ചയായിട്ട് ഫുഡൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ നോയമ്പിൽ ഭക്ഷണം ശരിക്കും വെച്ചു എന്ന് തന്നെ തോന്നുന്നില്ല. കാരണം 10-12 ദിവസം നമ്മളുടെ മറ്റേ എന്താ പറയുക വെള്ള കേസിൻ്റെ പിന്നാലെയായിരുന്നു. അതുകൊണ്ട് മര്യാദയ്ക്കുള്ള വെപ്പും തീനും ഒന്നും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ നോയമ്പ് സഹനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം തന്നതാണെന്നാണ് എനിക്ക് തോന്നണേ. എന്തു തന്നെയായാലും ഇപ്പോഴും ഒന്നിട്ടിട്ട് പറയാം, ഇപ്പോഴും എവിടെ നിന്നാണ് വെള്ളം വരണേന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ മറ്റേ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നമ്മളുടെ മുമ്പിലത്തെ നമ്മളുടെ വീടിൻ്റെ അപ്പുറത്തെ വീടിൻ്റെയും പടിക്കലിൽ നിന്ന് പൊക്കിലിൻ വന്ന് പൊളിക്കലെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഇന്നും വന്നിട്ടില്ല കേട്ടോ. വെള്ളം ആസ് യൂഷ്വൽ ഓടിക്കൊണ്ടിരിക്കണം. നമ്മളുടെ കുറേ കാശ് പോയത് മെച്ചം. എന്നാലും പിന്നെ കുറേ ആശ്വാസമുണ്ട്. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 നേരം വെള്ളം പോണു. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ വന്നിട്ട് നിങ്ങളുടെ വെള്ളമാണ് ഈ പോണേന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന ആ തലവേദന ഉണ്ടല്ലോ. വെള്ളം ഇപ്പോഴും പോകുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ആ തലവേദനയില്ല. കാരണം നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളുടെ വെള്ളം അല്ലല്ലോ. നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തു. കാരണം എന്താണെന്ന് പോലും അറിയാണ്ട്. കാരണം നമുക്ക് സ്വസ്ഥതയാണ് ആവശ്യം, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരേ ഭാഗം ഒതുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും കഴിഞ്ഞ ആഴ്ചയിലൊന്നും ഞങ്ങളൊന്നും
ഒരു ഭക്ഷണം ശരിക്ക് വെച്ചിട്ടില്ല, ഒരു ഭാഗം ഒതുക്കിയിട്ടില്ല. മൊത്തത്തിൽ എന്താ പറയുക, 10-12 ദിവസം ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഡിവൈൻ്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരേ ഭാഗം ക്ലിയർ ചെയ്ത് അപ്പോഴേക്കും സമയം ഒരുവിധമായിട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഒതുക്കണ സമയമായപ്പോൾ ഞാൻ നോക്കിയില്ല, ക്ലോക്കിലേക്ക് നോക്കിയില്ല സമയം എത്രയെന്നുള്ളത്. അപ്പോൾ ഡോണാണെന്ന് ഇന്ന് വരാൻ ലേറ്റായിട്ടുണ്ട്. അപ്പോൾ സാധാരണ അവൻ 8 മണിക്ക് വരാറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഡോൺ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ, പക്ഷേ അവൻ വന്നത് 9 മണിക്കാണ്. പക്ഷേ ഞാൻ ആ ഒരു 8 മണി കണക്കാക്കിയിട്ട് ചോറ് അവിടെ വെച്ചിട്ടുണ്ട്. ചെറുപയർ ഞാൻ ദോശയ്ക്ക് വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതെടുത്ത് ഉപ്പേരി വെക്കാമെന്ന് വെച്ചിട്ട് അതും എൻ്റെ മനസ്സിൽ കണക്കൂട്ടലുണ്ട്. അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒതുക്കാൻ നിന്നു. ഡിമ്പിൾ പാച്ചുവിനെ ഉറക്കാനും കൊണ്ടുപോയി. മറ്റേത് ഇവിടെ കുട്ടികളുടെ ബഹളം ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് സമയം അറിയാമല്ലോ. അങ്ങനെ ഞാൻ ഒതുക്കി കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് സമയം ഒരുവിധമായിട്ടുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഒതുക്കാനും പെറുക്കാനും ഒന്നും നിന്നില്ല, ഇവിടെ വരെ നിന്നു. അതായത് ഓവൻ്റെ മുകളിലത്തെ ഈ ഒരു സെക്ഷൻ വരെ ഞാൻ ഒതുക്കി. കാരണം കാലിയാക്കാനുള്ളത് കാലിയാക്കി, ബാക്കിയൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ളത് അത് മനസ്സിലാക്കി എടുക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചു. ഇത് നമ്മുടെ ഇതുപോലെ കാണാണ്ടിരിക്കുകയായിരുന്നു. അതായത് മറ്റേ പകർത്തി വെച്ച കുപ്പിയിലത്തെ കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. നമ്മുടെ തോമൂന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്ലൂക്കോസിൻ്റെ ഈ ജ്യൂസ്. ഓറഞ്ചിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. തോമൂന് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് സാധാരണ അവർക്ക് കൊടുക്കുക. അപ്പോൾ ഗ്ലൂക്കോസ് അകത്തേക്ക് ചെല്ലുകയും ചെയ്യും. ജ്യൂസിന് ഓറഞ്ചിൻ്റെ ഫ്ലേവറും ഉണ്ട്. ഇതന്നെ ലെമണും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഈ പറഞ്ഞ പോലെ ഒളിഞ്ഞിരിക്കുകയായിരുന്നു ഒരു ഇതിൽ. അതെടുത്ത് ഞാൻ ബോട്ടിലാക്കി. അങ്ങനെ എന്താ പറയുക, റീഫിൽ ചെയ്യണ പണികളാണ് എനിക്ക്. അങ്ങനെ നോക്കിയപ്പോഴാണ് എല്ലാ ഹാൻഡിലുമേ നിറച്ച് റബ്ബർ ബാൻഡ് കിടക്കണം. എനിക്കാന്ന് വെച്ചാൽ തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ അവിടെ ഇവിടെ അതും ഇതും തൂങ്ങി കിടക്കുക എന്നുള്ളത്. അപ്പം ഞാൻ കുറേ ദിവസം ഇതൊന്ന് ഒതുക്കണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ആ സാഹചര്യം അങ്ങോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി പണിയെന്ന് വിചാരിച്ച് റബ്ബർ ബാൻഡുകൾ മൊത്തം ഇവിടെ നിന്നൊക്കെ ഊരിയെടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പണി എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ടാൽക്കം പൗഡർ ഉണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡർ, ഈ പൗഡർ കുറച്ച് കുടഞ്ഞിട്ട് അതിലേക്ക് ഈ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ ഒരിക്കലും ഒട്ടിപ്പിടിക്കില്ല. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കും. പിന്നെ ഒരു ഉപയോഗം ഉണ്ടാവില്ല, എടുത്ത് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ എനിക്കുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവുമായിരിക്കും. ഈ നോട്ട് സൂക്ഷിക്കുന്ന ഒരു പണിയുണ്ട്. മറ്റേ എന്താ പറയുക, സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ എടുത്ത് വെക്കില്ലേ സേവിങ്സ് പോലെ 5 രൂപ 10 രൂപ. അപ്പം എൻ്റെ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ കാശ് കിട്ടുന്നതിനനുസരിച്ച് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും. കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണും ഈ റബ്ബർ ബാൻഡ് ഒട്ടിയിട്ട് ഈ നോട്ടുമ്പോൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് പൗഡർ ഒന്ന് കുടഞ്ഞിട്ടാൽ മതി. ഒരു കുഴപ്പമുണ്ടാവാണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഡാഡിയോട് വേഗം ഇത് നാളികേരം ചെരുകി തരാൻ പറഞ്ഞു. ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പച്ചമുളക് എടുക്കാൻ നോക്കിയപ്പോഴാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ കോലം ഞാൻ കണ്ടത്. നിങ്ങളെൻ്റെ ഫ്രിഡ്ജ് ഏറ്റവും ഭംഗിയിൽ കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പം എൻ്റെ ഫ്രിഡ്ജിൻ്റെ കോലം ഒന്നും നോക്കി ഈ മാതിരിയാണ് കിടക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒതുക്കാൻ നിന്നാൽ ശരിയാവില്ല, നാളെ എൻ്റെ ഫ്രിഡ്ജ് ഒതുക്കൽ ദിവസം ആവാമെന്ന് വിചാരിച്ചു. കാരണം ഒക്കെ എന്തെന്നാ പറയുക, ഒന്നും അല്ലാണ്ട് ഒരു നിര തെറ്റിയിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ പറഞ്ഞ നേരം കൊണ്ട് ഞാൻ വേഗം പപ്പടം വറുത്ത് ഡോണിനുള്ള ഇതുണ്ടാക്കി. പരിപാടികൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ബോക്സ്. അപ്പോൾ ഡോൺ പറഞ്ഞു ഞാൻ കിടക്കണേലും അത് തുറക്കാം. അവനാണ് ഏറ്റവും എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിമ്പിളിനും അതെ, അപ്പോൾ ഡാഡി. അപ്പോൾ ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. പാച്ചു സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേര് ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് അത് തുറക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ മുമ്പും കണ്ടിട്ടുണ്ടാവും, എനിക്ക് ഗിഫ്റ്റായിട്ട് ആരെങ്കിലും എന്തെങ്കിലും അയച്ചാൽ ഞങ്ങൾ 4 ആളും കൂടിയിട്ട്, ഇപ്പോൾ ഡിവൈൻ ഉണ്ടെങ്കിൽ ഡിവൈനും കൂടി ഒന്നിച്ചാണ് അത് ഓപ്പൺ ചെയ്യുക. സാധാരണ വരുന്ന കൊറിയറും കാര്യങ്ങളൊക്കെ ഞാനോ ഡാഡിയോ അല്ലെങ്കിൽ ഞാനും ഡാഡിയും കൂടിയിട്ട് ഒക്കെയാണ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ഗിഫ്റ്റായിട്ട് വരുന്ന സംഭവങ്ങൾ നമ്മൾ ഒന്നിച്ച് നിന്നിട്ടാണ്. അതെന്തോ പണ്ട് തൊട്ട് അങ്ങനെയാണ്. ഒരു സാധനം കൊണ്ടുവരുമ്പോൾ എല്ലാവരും കൂടി നിന്ന് തുറന്ന് അത് കാണുക, അത് അഭിപ്രായം പറയുക എന്നുള്ളത് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അത് തുറക്കാനും കാണാനും ഒക്കെ. അങ്ങനെ ഞങ്ങളിതേ പറയായിരുന്നു, ഭയങ്കര നല്ല പാക്കിങ്ങോട് കൂടിയിട്ടാണ് ആ സംഭവം വന്നിട്ടുണ്ടായിരുന്നത്. ഇത് അയച്ചിട്ടുള്ളത് സുലു ആണ് കേട്ടോ, നമ്മളുടെ ഗ്രൂപ്പിലുള്ള മോളാണ് സുലു. അപ്പോൾ സുലു ആണ് ഇത് അയച്ചത്. സുലു ശരിക്കും പറഞ്ഞാൽ നാട്ടിലില്ല, പുറത്താണ്. അപ്പോൾ സുലു എനിക്ക് ഒരു കലണ്ടർ, നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, കലണ്ടർ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിങ്ങനെ ഡോൺ ഈ ബോക്സ് എടുത്തപ്പോൾ കിലിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി കലണ്ടറല്ല, ഇതിൽ വേറെ എന്തോ ആണ് മമ്മി, അത് പൊട്ടണത് എന്തോ ആണ് എന്ന് പറഞ്ഞിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് തുറക്കുകയാണ്.
നല്ല പാക്കിങ്. ആരാണിത് പാക്ക് ചെയ്തതെന്നറിയില്ല, ആരായാലും നന്നായി പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഇത് തുറന്നപ്പോഴാണ് നമ്മളുടെ പിള്ളേഴ്സിൻ്റെ മുഖം കാണേണ്ടത്. അതായത് നമ്മുടെ ഡിംപിളിൻ്റെയും ഡോണിൻ്റെയും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മിഠായികളിൽ ഒന്നാണ് ഈ കിസ്സസ് എന്നുള്ളത്. അത് വേറൊന്നുമല്ല, പണ്ട് ഡോൺ ഗൾഫിലായിരുന്ന സമയത്ത്, ഡിംപിൾ 10th പഠിക്കുമ്പോഴാണ് ഡോൺ ഗൾഫിലായിരുന്നത്. ആ സമയത്ത് ഈ കിസ്സസാണ് ഫസ്റ്റ് കൊണ്ടുവരാം. ഇപ്പോഴും അത് പോയി കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്ന് എപ്പോഴും ഇത് ഫ്രിഡ്ജിൽ സ്റ്റോക്കായിരുന്നു. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ കിസ്സസ് എന്നുള്ളത്. അവർ കിട്ടിയ വഴിക്ക് ആദ്യം പൊട്ടിച്ച് ഓരോന്ന് എടുത്ത് വായിലിട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവമാണ്. എനിക്ക് മുമ്പ് ഇത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ കലണ്ടറായിട്ട് ഇപ്പം നാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. ആ മോൾ അവിടെ നിന്ന് ഡിസൈൻ ചെയ്ത് അയച്ചിട്ട് ഇവിടെ നിന്ന് പ്രിൻ്റ് എടുത്ത് ഇങ്ങോട്ട് അയക്കുകയാണ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മളുടെ കുട്ടികളുടെയും ഫാമിലിയുടെയും ഒക്കെ ഫോട്ടോസും കാര്യങ്ങളാണ് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ഞങ്ങൾ 6 പേര്, പിന്നെ ഞങ്ങൾ 4 പേര്, പിള്ളേർസ് 2 പേര്, ഇവരപ്പനും അമ്മയും മക്കളും, അങ്ങനെ എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് ഉള്ള ഒരു കലണ്ടറാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഡിംപിൾ കിസ്സസ് തിന്നതിൻ്റെ ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. മൂപ്പർക്ക് എന്താ പറയുക, അത് കണ്ടിട്ട് സഹിക്കണില്ല. കൊതിയല്ല, ഒരു നമ്മൾ ചില സംഭവങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ പഴയ ഓർമ്മകളുണ്ടാവും. അപ്പോൾ അവൾ 10th ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്, ഡോണിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗാലക്സിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സ്വീറ്റ്സ് ഇങ്ങനെ കൊടുത്തയക്കും. അപ്പോൾ അത് ഇങ്ങനെ, അപ്പോൾ ഡോൺ ചേട്ടൻ ഒരു കാര്യം ചെയ്തോ, ബ്ലൂ എടുത്തോ, ഞാൻ ഈ ഗോൾഡൻ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴേ ഇങ്ങനെ പങ്കുവെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡിംപിളെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാ ഫ്ലേവറും കാര്യങ്ങളൊന്നും തിന്നുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ ഇത് എനിക്ക് ഡോണിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. ഞാനും ഡോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തും കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഡാഡി ആയാലും ഒരു പരിധി വരെ. ഡിംപിൾ നേരെ വിപരീതമാണ്. അവൾ ഭയങ്കര ചൂസിയാണ്, വളരെ കുറച്ച് സാധനങ്ങൾ കഴിക്കുള്ളൂ. അപ്പോൾ ഇത് അവളുടെ ഫേവറേറ്റാണ്. അപ്പോൾ അതിൻ്റെ ആ നിൽക്കുന്ന സ്ട്രിപ്പ് തുറന്നിട്ട് അത് തുറന്ന് വായിലിടാൻ. അപ്പോൾ വായിലിട്ട് കണ്ണടച്ചിട്ട് പറയായിരുന്നു, ഹോ പണ്ടത്തെ ഒരു രുചി, ഇത് തിന്നപ്പോൾ ഞാൻ ദേ 10th ക്ലാസ്സിലെത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും, അപ്പോൾ നമ്മൾ ചില സാധനങ്ങൾ പറയില്ലേ, എത്ര എന്താ പറയുക കാശ് കൊടുത്താലും കിട്ടാത്ത ചില കാര്യങ്ങൾ ചെറിയ ഒരു ഗിഫ്റ്റിൽ നിന്ന് കിട്ടും. അതാണ് ഇന്നിപ്പോൾ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ആ കലണ്ടർ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സുലുവിന് ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ താങ്ക് യു സോ മച്ച് സുലു. അപ്പോൾ അങ്ങനെ, അപ്പോൾ എൻ്റെയും ഡാഡിയുടെയും ഡോണിൻ്റെയും ഡിംപിളിൻ്റെയും വക താങ്ക്സ് പറയുന്നത്. കാരണം ഇതൊരു ഫാമിലി കലണ്ടറാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷം. കാരണം എനിക്കിങ്ങനെ ഞങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ട് കിട്ടിയിട്ടില്ല. കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതുപോലെ അവരുടെ പല ഫോട്ടോസ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇതാവുമ്പോൾ നമ്മളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഇത് നമ്മളുടെ എന്താ പറയുക, ഡിംപിളിൻ്റെ ഏറ്റവും ഭംഗിയുള്ള പണ്ടത്തെ ഒരു ഫോട്ടോ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നിറച്ച് സ്ക്രാച്ച് ആയിരുന്നു. സുലു അത് സ്ക്രാച്ചൊക്കെ കളഞ്ഞിട്ട് നല്ല എന്താ പറയുക, നല്ല രീതിയിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സുലുവിന് ഞാൻ പണി തരുന്നുണ്ട് എന്ന്. കാരണം എൻ്റെ കയ്യിൽ കണ്ടമാനം ഫോട്ടോസ് ഉണ്ട് ഇതുപോലെ പഴയതായത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പുതിയതാക്കി വെക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പണി തരുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഡിംപിളിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫോട്ടോ ആണ്. അപ്പോൾ ഡിംപിൾ പറയാറുണ്ട് എങ്ങനെ മനസ്സിലായി എൻ്റെ ഇഷ്ടമുള്ള ഫോട്ടോ ആണെന്ന്. ഇതും അതെ, അവളുടെ എന്താ പറയുക, അവളുടെ എന്നല്ല എൻ്റെയും ഫേവറേറ്റ് ഫോട്ടോസിലൊന്നാണ്. പിന്നെ ഇതൊക്കെ ഡോണിൻ്റെയും ഡിവൈൻ്റെ അറിയാലോ, അവർക്ക് ഏറ്റവും എന്താ പറയുക, സന്തോഷം കൊടുത്ത ഒരു ദിവസം ഒരു ഫോട്ടോ ആണത്. ഇത് പിന്നെ എൻ്റെ ചേച്ചി. ഇനിയിപ്പോൾ ഞങ്ങളിൽ ഞാനും ചേച്ചി മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ എന്താ പറയുക, ഇത് ഓരോന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോ എന്താ പറയുക പേജിലും ഓരോ കഥകളുണ്ടായിരുന്നു ഞങ്ങൾക്ക് പറയാനായിട്ട് കേട്ടോ. അങ്ങനെ കുറേ നല്ല ഓർമ്മകൾ തന്ന സുലുവിന് 1000 നന്ദി. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. അതുവരേക്ക് ബൈ.